ഈ വീഡിയോയിൽ മൊഡ്യൂൾ നമ്പർ 4-ലെ അതായത് ഐസോമെട്രിക് പ്രൊജക്ഷൻ അതിലെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്പർ 7 ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനും ഐസോമെട്രിക് പ്രൊജക്ഷൻ തന്നെയാണ്, അത് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ പെൻറ്റഗണൽ പിരമിഡ്, സൈഡ് ഓഫ് ബേസ് 20 mm ആൻഡ് ഹൈറ്റ് 50 mm, വിച്ച് റെസ്റ്റ് സെൻട്രലി വിത്ത് എ ബേസ് ഓൺ എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 60 mm ആൻഡ് ഹൈറ്റ് 40 mm. അപ്പോൾ ഇവിടെ സോളിഡ്സ്, പെൻറ്റഗണൽ പിരമിഡ് ആൻഡ് സിലിണ്ടർ. ഇനി ഇതിൽ ഏത് സോളിഡാണ് താഴെ നിൽക്കുന്നത്, ഏത് സോളിഡാണ് മുകളിൽ നിൽക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ തന്നിരിക്കുന്നത് എ പെൻറ്റഗണൽ പിരമിഡ് വിച്ച് റെസ്റ്റ് സെൻട്രലി വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 60 mm. ഓക്കെ, പെൻറ്റഗണൽ പിരമിഡ് അതിൻ്റെ ബേസിൽ സെൻട്രലി സിലിണ്ടറിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സെൻട്രലി മീൻസ് ഈ പിരമിഡിൻ്റെ ആക്സസും സിലിണ്ടറിൻ്റെ ആക്സസും സെയിം ലൈനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. ആൻസർ സ്കീം നോക്കിക്കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് വ്യൂ 4 മാർക്സ്, ഐസോമെട്രിക് വ്യൂ ഓഫ് സിലിണ്ടർ 7, ഐസോമെട്രിക് വ്യൂ ഓഫ് പെൻറ്റഗണൽ പിരമിഡ് 7, നീറ്റ്നസ് ആൻഡ് ഡയമെൻഷൻ 2 മാർക്സ്. ഓർത്തോഗ്രാഫിക് വ്യൂവിന് 4 മാർക്ക് കൊടുക്കുന്നുണ്ട്. കോമ്പിനേഷൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ 4 മാർക്സ് കിട്ടും. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒരു സർക്കിളും ഒരു പെൻറ്റഗണുമാണ്, ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആയിരിക്കും. ഓക്കെ, ബട്ട് ഇത് വരയ്ക്കാതെ തന്നെ പെൻറ്റഗൺ ഒരു ബോക്സിലേക്ക് കൊണ്ടുവന്ന് അത് മാത്രം വരച്ചിട്ട് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ വരുമ്പോഴും ഫുൾ മാർക്ക് കൊടുക്കണം എന്നാണ് സ്കീം ആൻസർ കീ ഫോർ വാല്യുവേഷനിൽ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷനിൽ സെക്കൻഡ് പോയിന്റ്, ഫോർ അലോട്ടിംഗ് ഫുൾ മാർക്സ് ടു ഐസോമെട്രിക് വ്യൂസ് ഓർത്തോഗ്രാഫിക് ഡ്രോയിങ് ഈസ് നോട്ട് നെസസറി ഇഫ് ആൻസർ ഈസ് കറക്റ്റ്. ഇഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് ഡ്രോൺ ഇറ്റ് ക്യാൻ ബി വാല്യൂഡ് ഔട്ട് ഓഫ് 15 മാർക്സ്. ഓക്കെ, അതായത് ഓർത്തോഗ്രാഫിക് ഡ്രോയിങ് വരയ്ക്കാതെ തന്നെ ഐസോമെട്രിക് വ്യൂ കറക്റ്റായി വരച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ആൻസർ കീയിലും വരുന്നതാണ്. ബട്ട് ഈ കാര്യം, ഇഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് ഡ്രോൺ ഇറ്റ് ക്യാൻ ബി വാല്യൂഡ് ഔട്ട് ഓഫ് 15 മാർക്സ്, ഇതൊക്കെ ഓരോ ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചിലതിൽ ഇതുണ്ടാകാം, ചിലതിൽ ഇല്ലാതിരിക്കാം. അപ്പോൾ ഐസോമെട്രിക് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂ തന്നെ വരയ്ക്കുക, ഐസോമെട്രിക് പ്രൊജക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇത് നമുക്ക് എല്ലാ ആൻസർ സ്കീമിലും ഇതേപോലെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഫസ്റ്റ് പോയിൻ്റ്, അതായത് ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാതെ തന്നെ ഐസോമെട്രിക് വ്യൂ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ആദ്യം സിലിണ്ടറിൻ്റെ വരച്ച് കഴിഞ്ഞാൽ സർക്കിൾ ടോപ്പ് വ്യൂ കിട്ടും, ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ കിട്ടും. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ അബൌട്ട് ഈ പെൻറ്റഗൺ വരയ്ക്കണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം പെൻറ്റഗൺ വരച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെൻറ്റഗൺ വരച്ച് കഴിഞ്ഞ് പെൻറ്റഗണിൻ്റെ സെൻറ്റർ, അതായത് അപ്പെക്സ് ടോപ്പ് വ്യൂവിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററിന് അബൌട്ട് സർക്കിൾ വരയ്ക്കുന്നതാണ് എളുപ്പം. പെൻറ്റഗൺ 1 ബേസ് എഡ്ജ് പാരലൽ ടു വി പി അല്ലെങ്കിൽ 1 ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി, ഇതിലേതെങ്കിലും ഒരു പൊസിഷനിൽ വരയ്ക്കുക. കാരണം പ്രോബ്ലത്തിൽ ഈ പൊസിഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വരയ്ക്കാം. വരയ്ക്കുമ്പം മാക്സിമം ഐസോമെട്രിക് ലൈൻസ് വരുന്ന രീതിയിൽ വരയ്ക്കുക. ഈ രണ്ട് കേസിലും ഈ ലൈനും ഐസോമെട്രിക് ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു രീതിയിൽ എഡ്ജ് വരുന്ന രീതിയിൽ പെൻറ്റഗൺ വരയ്ക്കുക. തിൻ ലൈൻ യൂസ് ചെയ്ത് എക്സ് വൈ ലൈൻ വരയ്ക്കുക. പെൻറ്റഗണിൻ്റെ ബേസ് എഡ്ജ് 20 mm എക്സ് വൈ ലൈന് പാരലായിട്ടാണ് എടുത്തിരിക്കുന്നത്. പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യുക. ഇൻക്ലൂഡ് ആംഗിൾ 108 ഡിഗ്രി എടുത്തിട്ടോ അല്ലെങ്കിൽ പെൻറ്റഗൺ വരയ്ക്കാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടോ ഫേസ് എഡ്ജസ് വരയ്ക്കുക.
ഇനി സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ സർക്കിൾ വരയ്ക്കുക. സെൻറ്റർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡയമീറ്റർ 60 mm, അപ്പോൾ റേഡിയസ് 30 mm. സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ. സിലിണ്ടറിൻ്റെ ഹൈറ്റ് 40 mm ആണ്. അപ്പോൾ 40 mm 60 mm റെക്റ്റാങ്കിൾ വരയ്ക്കുക ഫ്രണ്ട് വ്യൂ ആയിട്ട്. ഫ്രണ്ട് വ്യൂ ഓഫ് ദ സിലിണ്ടർ കംപ്ലീറ്റ് ആയി. ഇനി പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി അപ്പെക്സ് ലൊക്കേറ്റ് ചെയ്യണം. ഹൈറ്റ് 50 mm ആണ്. അപ്പോൾ 50 mm എബോ ആയിട്ട് O' ലൊക്കേറ്റ് ചെയ്യുക. അവിടെ EO ലൈൻ ആൻഡ് ആക്സസ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ EO ഇൻവിസിബിൾ ലൈനാണ്, അതുകൊണ്ട് ഡാഷ് ലൈനാണ്. ആക്സസ് ലൈന് പകരം ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ബാക്കി പോയിൻറ്റ്സൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക സിലിണ്ടറിൻ്റെ ടോപ്പ് ഫേസിലേക്ക്. കാരണം സിലിണ്ടറിൻ്റെ ടോപ്പ് ഫേസിലാണ് പെൻറ്റഗണൽ പിരമിഡ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ടോപ്പ് ഫേസിലാണ്. അപ്പോൾ ബേസ് പോയിൻറ്റ്സൊക്കെ ഈ ടോപ്പ് ഫേസിലെ ഈ ലൈനിൽ കാണാൻ പറ്റും. തിൻ ലൈൻ യൂസ് ചെയ്ത് പ്രൊജക്ടർ വരയ്ക്കുക. ഈ പോയിൻ്റാണ് A', E'. ഫേസ് അഡ്ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഐസോമെട്രിക് സ്കെയിലിൻ്റെ ആവശ്യമില്ല, ഒറിജിനൽ ഡയമെൻഷൻ തന്നെ വരയ്ക്കാം. ആദ്യം ഈ സർക്കിളിനെ ബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഈ PQRS സ്ക്വയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. ഈ PQRS സ്ക്വയർ ഐസോമെട്രിക് വ്യൂവിൽ റോംബസായി മാറും. പോയിൻ്റ് P എബോട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. പോയിൻ്റ് P മാർക്ക് ചെയ്തു. ഇനി PS ആൻഡ് PQ ഐസോമെട്രിക് ലൈനാണ്. അത് ഐസോമെട്രിക് വ്യൂവിൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും. തിൻ ലൈൻ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. $30 രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. PSൻ്റെ ലെങ്ത് നമുക്കറിയാം, ഡയമീറ്റർ ആണ്, അത് 60 mm ആണ്. അല്ലെങ്കിൽ PS ലെങ്ത് എടുത്ത് ഇവിടെ കൊണ്ടേ കട്ട് ചെയ്യുക. റോംബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയിൻ്റ് 6 വേണം. PS ലെങ്ത് ഓർ PQ ലെങ്ത് എടുത്ത് ആർക്ക് കട്ട് ചെയ്യാം. ഇനി ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കൂടെ കൊടുത്തിട്ട് സിലിണ്ടറിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്യാം. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഹൈറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെർട്ടിക്കൽ ലൈനായി തന്നെ കാണും. ഹൈറ്റ് 40 mm ആണ്. 40 mm വെർട്ടിക്കൽ ലൈൻ PQR ആൻഡ് S പോയിന്റിൽ നിന്ന് വരയ്ക്കുക. ടോപ്പ് റോംബസും കംപ്ലീറ്റ് ചെയ്യുക.
ഫോർ സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഡയഗണൽ SQ വരയ്ക്കുക. SP-യുടെ മിഡ് പോയിന്റിൽ നിന്ന് Rലേക്ക് തിൻ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റ് ആയിരിക്കും ഫസ്റ്റ് സെൻറ്റർ. SRൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് Pയിലേക്ക് ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കുക. രണ്ടും സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, രണ്ട് ലൈൻ വരയ്ക്കണം നിർബന്ധമില്ല, ഒരു ലൈൻ വരച്ചിട്ട് സെൻറ്റർ കണ്ടെത്തിയാൽ മതി. അതേപോലെ ഇവിടെയും ചെയ്യാം. QR-ൻ്റെ ലെങ്ത് 60 ആണ്. 60-യുടെ മിഡ് പോയിന്റ് 30 പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് Pയിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും C2. ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടിട്ട് ചെയ്താലും സെയിം പോയിന്റ് തന്നെ കിട്ടുന്നത് കാണാൻ പറ്റും. നെക്സ്റ്റ് C1 സെൻറ്റർ, C1 ദിസ് പോയിന്റ് റേഡിയസ്, ഫസ്റ്റ് ആർക്ക് വരയ്ക്കുക. അടുത്തത് C2 സെൻറ്റർ, ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. തിൻ കർവ് യൂസ് വരയ്ക്കുക, കാരണം ഇവിടെ പെൻറ്റഗണൽ പിരമിഡ് വരുന്നുണ്ട്. അപ്പോൾ വിസിബിൾ ഇൻവിസിബിൾ ലൈൻ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. P സെൻറ്റർ, ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഇവിടെയും 4 സെൻറ്റേഴ്സ് ഇതേപോലെ കാണാം. അതിനെ SP-യുടെ മിഡ് പോയിന്റിൽ നിന്ന് Rലേക്ക്, PQയുടെ മിഡ് പോയിന്റിൽ നിന്ന് Rലേക്ക് ജോയിൻ ചെയ്ത് C1 C2 കാണാം. ബട്ട് നമ്മൾ ഓൾറെഡി C1 C2 ഇവിടെ കണ്ടെത്തിയത് കൊണ്ട് ഈ C1 നേരെ താഴെ ഇവിടെ ആയിരിക്കും. C1 കാര്യം അറിയാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 4 സെൻറ്റർ മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ സെൻറ്റർ. ഇത് രണ്ടും സെയിം ലൈനിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. തിൻ കർവ് വരയ്ക്കുന്നു. എൻ്റെ ജനറേറ്റർ മാത്രം ജോയിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. അതിന് ഈ പെൻറ്റഗൺ ഇവിടെ കൊണ്ടുവരണം. ആദ്യം പെൻറ്റഗണിനെ ബോക്സ് ചെയ്യുക. ഈ റെക്റ്റാങ്കിളിനെ 1 2 3 4 നെയിം ചെയ്തിരിക്കുന്നു. ഈ 1 2 3 4 ഈ PQRS റോംബസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്ത് ഈ 1 2 3 4നെ ലൊക്കേറ്റ് ചെയ്താൽ മതി. അതായത് ഈ 1 ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PS ലൈനിൽ ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുക്കുക. എന്നിട്ട് ഈ PQന് പാരലൈൻ വരയ്ക്കുക. അതേപോലെ Pയിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഈ PQ ലൈനിലേക്ക് എടുത്തിട്ട് PSന് പാരലൈൻ വരയ്ക്കുക. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. ഇനി അടുത്തത് ഈ Pയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതും സെയിം ആണ്.
ഈ പോയിൻറ്റ്സ് ഒക്കെ കിട്ടി. അതേപോലെ ഇവിടുത്തെ ഈ പോയിൻറ്റ്സും കാണുക. ഈ ഡിസ്റ്റൻസും ഇതും സെയിം ആയിരിക്കും. ഇതും സെയിം ആണ്. ഇതും സെയിം ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഈ പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്താൽ ഈ PQRS റോംബസിനുള്ളിൽ ഈ 1 2 3 4 റോംബസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. തിൻ ലൈൻ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ റോംബസ് ആണ് 1 2 3 4. ഈ 1 2 3 4 റോംബസിനുള്ളിൽ ഈ ABCD പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അത് 1 to A ഡിസ്റ്റൻസ് ആൻഡ് 2 to D ഡിസ്റ്റൻസ്. ഇത് രണ്ടും സെയിം ആണ്. അത് 1ൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ A കിട്ടും. സെയിം ഡിസ്റ്റൻസ് തന്നെ 2ൽ നിന്ന് എടുക്കുന്നു. ഇത് D ആണ്. ഇനി ബിയും സിയും ലൊക്കേറ്റ് ചെയ്യണം. 1 to B ഡിസ്റ്റൻസ് 2 to സിയും സെയിം ആണ്. ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് B. ഇത് C. 4 to E ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ പോയിൻ്റാണ് E. അപ്പോൾ പെൻറ്റഗണിൻ്റെ ബേസ് എഡ്ജസ് കിട്ടി. ABCDE തിൻ ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി ഓഫ്സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് O ലൊക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്ത് O ലൊക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ 1 2 3 4 ബോക്സിനെ ഹൈറ്റ് കൊടുത്തിട്ട് ഈ 1 2 3 4 റോംബസ് ടോപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ O ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെ ബോക്സ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ O ഡാഷ് ഈ ഡാഷിൻ്റെ ഹൈറ്റാണ്. ഈ ഹൈറ്റാണ് വെർട്ടിക്കൽ ലൈൻ. അതാണ് ആക്സിസിൻ്റെ ഹൈറ്റ്. അത് ഈ സെൻറ്റർ O ഇവിടെ ലൊക്കേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആ ഹൈറ്റായ 50 mm കൊടുത്തു കഴിഞ്ഞാൽ O ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബോക്സ് വരച്ചിട്ട് O ലൊക്കേറ്റ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അത് ചെയ്യാം. O ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓഫ്സെറ്റ് കൺസിഡർ ചെയ്യാണ്. ഓഫ്സെറ്റ് ആ ഓഫ്സെറ്റിനെ 1 2 ലൈനിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഈ 1Z ഡിസ്റ്റൻസ് ആൻഡ് 1 ഈ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഈ 2 ലൈനിലും എടുത്തിട്ട് പാരലൈൻസ് വരച്ച് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിൻറ്റിലൂടെ വരയ്ക്കുക. അത് നമുക്ക് ഈ പോയിൻ്റ് തന്നെ കിട്ടുന്ന കാണാൻ പറ്റും. കാരണം ഇത് കോൺസെൻട്രിക് ആണ്. സിലിണ്ടറിൻ്റെ സെൻറ്ററും പെൻറ്റഗണിൻ്റെ സെൻറ്ററും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഓഫ്സെറ്റ് ഒന്നും എടുക്കണമെന്ന് വേണ്ട. നമുക്ക് ഈ പോയിൻ്റ് തന്നെ സെൻറ്ററായി കൺസിഡർ ചെയ്തുകൊണ്ട് ഹൈറ്റ് കൊടുക്കാം. അത് തന്നെയായിരിക്കും പെൻറ്റഗണിൻ്റെയും സെൻറ്റർ. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 50 mm ആണ്. 50 mm എബോ ആയിട്ട് O ലൊക്കേറ്റ് ചെയ്തു. ഇനി OA OB OC OD OE ജോയിൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് വരയ്ക്കണം. ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ ഈ ലൈൻ വിസിബിൾ അല്ല. അതുകൊണ്ട് DE ആൻഡ് D
ODC. ഈ ലൈൻ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ബാക്കിയൊക്കെ വിസിബിൾ ലൈൻസ് ആണ്. ബി ഈ പോയിൻ്റ് ആയിട്ടാണ് നേരത്തെ കാണിച്ചത്, അതല്ല ഇതാണ് പോയിൻ്റ്. AB വിസിബിൾ ആയിരിക്കും. BC വിസിബിൾ. CD ഡാഷ് ലൈൻ യൂസ് വരയ്ക്കുക. DE ഡാഷ് ലൈൻ യൂസ് വരയ്ക്കുക. EA വിസിബിൾ ആയിരിക്കും. EO വിസിബിൾ ആണ്. അതേപോലെ AO വിസിബിൾ ആണ്. BO വിസിബിൾ ആണ്. CO വിസിബിൾ ആണ്. DO ഡാഷ് ലൈൻ യൂസ് വരയ്ക്കുക. സിലിണ്ടറിൻ്റെ വിസിബിൾ ഇൻവിസിബിൾ പാർട്ട് വരയ്ക്കണം. ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും. അതേപോലെ ഇവിടെ ഈ പോയിൻ്റ് വരെ വിസിബിൾ ആയിരിക്കും. ഇത് ഡാഷ്ഡ് കർവ് യൂസ് വരയ്ക്കുക. അതേപോലെ കർവിൻ്റെ ഈ പോർഷൻ വിസിബിൾ ആയിരിക്കും. ഇവിടെ ഇത് വിസിബിൾ ആയിരിക്കും. ഇത് ഡാഷ്ഡ് കർവ് യൂസ് വരയ്ക്കുക. വിസിബിൾ. വിസിബിൾ ലൈൻ. വിസിബിൾ ലൈൻ. ഐസോമെട്രിക് വ്യൂ ഓഫ് ദിസ് കോമ്പിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഡയമെൻഷൻ ചെയ്യാനുണ്ട്. ഇതാണ് ആൻസർ കീ. ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ 4 മാർക്സ്. ഐസോമെട്രിക് വ്യൂ ഓഫ് സിലിണ്ടർ 7. ഐസോമെട്രിക് വ്യൂ ഓഫ് പെൻഡമിക് പിരമിഡ് 7. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ സമയമില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചില്ലെങ്കിൽ നമുക്കിത് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്.